കൊണ്ടുവന്ന ചിക്കൻ നന്നായി വെള്ളത്തിലിട്ട് അത് വൃത്തിയായി കഴുകുക. അതിന് ചോരയും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കുക. എനിക്ക് നല്ലത് അത് കിട്ടിയില്ല. ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ നന്നായി വൃത്തിയായി കഴുകിയെടുത്ത് ഒരു പാത്രത്തേക്ക് മാറ്റിയേക്കാം. ഇഞ്ചി നന്നായി തോല് പിടിച്ച് വൃത്തിയാക്കാം. ഇഞ്ചി പേസ്റ്റായാലും കിട്ടും, പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഉപയോഗിച്ചതാണ്. നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. അടുപ്പ് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പഴയ അടുപ്പാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ പുറത്തൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് സാധാ പഴയ അടുപ്പിലാണ് ഉപയോഗിക്കുന്നത്. ചൂട് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് അടുപ്പാണ് യൂസ് ചെയ്യുന്നത്. പച്ചമുളക് ഇടുക, വെളുത്തുള്ളി ചതച്ചെടുക്കുക, 2 ടീസ്പൂൺ ഉള്ളി, ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക, 2 ടീസ്പൂൺ പിന്നെ ചെറുനാരങ്ങ നന്നായി പുളി അനുസരിച്ചിട്ട് ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം പാം ഓയിലോ വെളിച്ചെണ്ണയാണ് നല്ലത്, നല്ലോണം മിക്സ് ചെയ്യുക. വെളുത്തുള്ളി ജാറിലേക്കിട്ട് ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി കട്ട് ചെയ്തിടുക. പച്ചമുളക് കീറിയിടുന്നത് നല്ലത്. ഇത് നല്ലോണം ചതച്ചെടുക്കാം. നേരത്തെ പെരിക്കേസ് മസാലയിലേക്ക് ഇത് ചേർക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യും. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് ചിക്കൻ എടുക്കുക. ചിക്കൻ നനഞ്ഞതാണ് വന്നത്. വെയിറ്റ് ചെയ്ത് ഇതുകൊണ്ട് വീഡിയോ ഓഫ് ചെയ്ത് ഷീറ്റെല്ലാം കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. റെഡിയാക്കി ഭൂമിയിലേക്ക് എടുക്കാം. അടുപ്പിൻ്റെ മേലേക്ക് താഴെ വീണ് ശ്രദ്ധിക്കണം. മേലൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് എല്ലാ ഭാഗത്തും ചൂട് തട്ടുന്ന പോലെ വെക്കുക. ചിക്കൻ്റെ മേലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും. തീ കുറച്ച് പുറകോട്ട് വലിക്കുന്നുണ്ട്. ഓവർ തീ വരുമ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. എന്നിട്ട് അതിനെ തിരിച്ച് വെച്ച് അടിവശം കൂടി വേകാൻ വേണ്ടി തിരിച്ച് വെച്ചിട്ടുണ്ട്.
ചിക്കൻ അടിമറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തുള്ളുന്നതനുസരിച്ചാണ് ടേസ്റ്റ് കൂടുക.